കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കോക്കിലും പല രാജ്യങ്ങളിലും ശുശ്രൂഷിക്കുവാനായി പോയ സമയത്ത് നിങ്ങൾ ഏവരും പ്രാർത്ഥിച്ചതിന് നന്ദി. ഓരോ പ്രാവശ്യം ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്കറിയാം മറ്റാരേക്കാളും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്കുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ശുശ്രൂഷിക്കാൻ പോകുന്നതും അല്ല, നിങ്ങൾ എന്നെ അയക്കുക ചെയ്യുന്നത് ഓരോ സ്ഥലത്തും. സോ ഈ ദിവസങ്ങളിൽ വി ആർ ഗിയറിങ് അപ്പ് ഫോർ ബെറ്റർ തിങ്സ്. കർത്താവ് എന്നോട് പറഞ്ഞത് ജൂൺ മുതൽ, ഈ മാസം മുതൽ ഹി ഈസ് ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ് ദ റിച്ചസ് ഓഫ് ഹിസ് ഗുഡ്നെസ്. തൻ്റെ നന്മയുടെ മഹത്വമേറിയ നന്മ ചൊരിയുന്ന അനുഭവം ഓരോരുത്തർക്കും. ഇറ്റ് വിൽ ബി എ റിച്ചസ് ഓഫ് ഹിസ് ഗുഡ്നെസ്. അത് ഈ ദിവസങ്ങളിൽ കാണാൻ ഒരുങ്ങിക്കോണം. ബി പ്രിപ്പയർഡ് ഫോർ സംതിങ് മൈറ്റി ഇൻ ക്രൈസ്റ്റ് ജീസസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആയിരുന്നു. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ചർച്ചസിലും, ഹെവൻലി ഫീസിലെ എല്ലാ ചർച്ചസിലും കുട്ടി വനം, അതായത് ഔഷധമായിട്ടുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാനുള്ള പ്രോജക്റ്റ് ആരംഭിച്ചു. ഇറ്റ് വാസ് എ വെരി വെരി സക്സസ്ഫുൾ പ്രോജക്റ്റ്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹമായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് വെരി 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 ഗുഡ് മീറ്റിംഗ്. ആൻഡ് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരോട് ചേർന്നാൽ പ്രകൃതിയെ രക്ഷിക്കാൻ പറ്റും. അടുത്ത ജനറേഷന് വേണ്ടി നമ്മൾ കരുതണം. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചർച്ചിൽ പ്ലാൻ ചെയ്യായിരുന്നു കമ്മ്യൂണിറ്റി ഫാമിംഗ്. എല്ലാവരോടും ചേർന്ന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിഷമില്ലാത്ത കേരളം, പെസ്റ്റിസൈഡ് ഉപയോഗിക്കാത്ത, ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാത്ത ഒരു കേരളത്തിൻ്റെ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രോഡക്ട്സ് അത് ആയി വരണം. അതിനുവേണ്ടി നമുക്കൊന്നിച്ച് കൈകോർത്ത് പ്രവർത്തിക്കണം. റീച്ച് വേൾഡ് വൈഡിൻ്റെ കഴിഞ്ഞ ദിവസം വോളണ്ടിയേഴ്സ് വർക്കിംഗ് മീറ്റിംഗ് വാസ് സോ ഫാൻറ്റാസ്റ്റിക്. ഐ വാസ് മൂവ്ഡ്. കഴിഞ്ഞ സൂര്യ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച വചനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. Therefore my beloved, as you have always obeyed. Therefore my beloved. പലപ്പോഴും ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടോ, ദൈവത്തിന് എന്നെ കോപമാണോ, ആ സംശയമൊക്കെ ഇന്ന് പകൽ മാറ്റിക്കോണം. നമ്മളോട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഒന്ന് പറയാമോ? യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ചുമ്മാ പറയാതെ യേശുവിനോട് അങ്ങനെയല്ല, അത് അതിൻ്റെ ആ ഇമോഷനോടൊന്ന് പറഞ്ഞേ. യേശുവിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാനൊരു കാര്യം പറയാം, സ്നേഹിക്കുന്നവർ ഏറ്റവും ബെസ്റ്റ് കാര്യമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തുള്ളൂ. ആ യേശു വന്ന് തന്നെ യേശുവിൻ്റെ ആ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ, 3 വർഷം താൻ ഗലീലയിൽ ഈ ജഡത്തിലായിരുന്ന ആ മാക്സിമം ശുശ്രൂഷ ചെയ്ത 3 വർഷം, 30 വയസ്സ് മുതൽ 33 വയസ്സ് വരെ, ആ 3 വർഷം താൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു. മാനവ രാശിയെ താൻ സ്നേഹിച്ചു, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ നന്മയെന്ന് പറയുന്നത് നമ്മുടെ ഈ ബുദ്ധിക്കകത്ത് കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പലരെയും വിധിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വായിക്കണം. അവിടെ വളരെ വ്യക്തമായി എഴുതി, ഹു ആർ യു ടു ജഡ്ജ്. നമുക്ക് ആരെയും വിധിക്കാൻ റൈറ്റില്ല. ഇപ്പം ഞാൻ കുറ്റപ്പെടുത്തുവാണ്, ഞാൻ അയാൾ ഭയങ്കര നുണയനാ, ഞാനിവിടെ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് അല്ലാത്ത ഒരാൾക്ക് പോലും മറ്റൊരാളെ കൈ ചൂണ്ടാൻ അധികാരമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യു ജഡ്ജ് നോബഡി. എന്നിട്ട് പറയാ, ദൈവത്തിൻ്റെ നന്മ നമ്മുടെ മേൽ. ചിലർ പറയും, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉപവസിച്ചൊക്കെ നിൽക്കുന്നത് കൊണ്ടാ ദൈവം എൻ്റെ മേൽ. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നമ്മളുടെ നന്മ കൊണ്ടല്ല ദൈവം നമ്മളോട് നന്മ ചെയ്യുന്നത്. തൻ്റെ സ്നേഹം നിമിത്തം നന്മ ഒഴുകുക. അതിനെ പേരാണ് റിച്ചസ് ഓഫ് ഹിസ് ഗുഡ്നെസ്. റോമർ 2:4 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ റിച്ചസ് ഓഫ് ഹിസ് ഗുഡ്നെസ്. ഞാൻ നല്ലവനായതുകൊണ്ടല്ല, യേശു നല്ലതായതുകൊണ്ട്. തൻ്റെ വാക്ക് മാറത്തില്ല.
സോ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പ് വരണം. നമ്മൾ നോക്കിക്കേ, യേശു ക്രിസ്തു തൻ്റെ യാഗത്താൽ, തൻ്റെ രക്തത്താൽ അകന്നിരുന്ന മാനവരാശിയെ, അല്ലെങ്കിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അടുപ്പം കൊണ്ടുവന്നത് തൻ്റെ രക്തത്താലാണ്. മാനവരാശിക്ക് കുറ്റബോധമായിരുന്നു. പാപം, താൻ ചെയ്യാത്ത പാപം നിമിത്തം അകൽച്ചയുണ്ടായിരുന്നു ദൈവവുമായിട്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം മന്ദമായി പോയോ, അവൻ്റെ കൈ കുറുകിപ്പോയോ അല്ല, നമ്മുടെ അതിക്രമം, നമ്മുടെ സിൻ, ഗോഡ് ആൻഡ് സിൻ കനോട്ട് ഗോ ടുഗെദർ. സോ ആ ദൈവവും പാപവും ഒന്നിച്ചു പോകാത്തത് കൊണ്ട് അകൽച്ച വന്നു. അത് മുഖാന്തരമുണ്ടായത് ഭയവും ഗിൽറ്റും വന്നു. അത് കാരണം മാനവരാശി പല വിധത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. പക്ഷേ ഈ പാപം ഉള്ളിടത്തോളം കാലം ആ പ്രസാദകരമായ കാര്യം നടക്കത്തില്ല. അതാ യേശു വന്നത്. ദൈവത്തിന് പ്രസാദകരമായി താൻ ജീവിച്ചു, താൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ മരണത്തിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ മനസ്സാക്ഷിയെപ്പോലും കഴുകി. മനസ്സാക്ഷിയെപ്പോലും കഴുകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആ കോൺഷ്യൻസിനകത്തുനിന്ന് ഗിൽറ്റും ഫിയറും സിന്നും എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ, പിതാവേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ട്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ധൈര്യമായി ചെല്ലാം. അതാ അവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മനോഹരമായൊരു വചനമുണ്ട്, തൽസമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടതിനും, ടു ഒബ്റ്റെയിൻ മേഴ്സി ആൻഡ് ഹെൽപ്പ് ഇൻ ടൈം ഓഫ് നീഡ് കം ബോൾഡ്ലി ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. കാര്യം എന്താ, കോൺഷ്യൻസിനകത്തുനിന്ന് പോലും ആ ഗിൽറ്റ് കോൺഷ്യസ് എടുത്തു മാറ്റി. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ റോഡുകളിലൊക്കെ ഇപ്പം ക്യാമറ വന്നു. നമ്മൾ 70 കിലോമീറ്ററിൽ സ്പീഡിൽ വാഹനം അതിൽ കൂടുതൽ പോയാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മാൻ കൊണ്ട് ഒരു കവർ തരും. അതിനകത്ത് നമ്മുടെ വാഹനത്തിൻ്റെ പടവും, നിങ്ങൾ അതിൻ്റെ മുകളിലത്തെ നോട്ടീസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരണ്ടു പോകും. അതുപോലത്തെ വിരൽ പിന്നെ സെക്കൻഡ് പേജ് നോക്കുമ്പോൾ ട്രാഫിക് വയലേഷനാണ്. ഇത് കയ്യിലിരിക്കുന്നിടത്തോളം കാരണം എഴുതിയിരിക്കുന്നത് സർക്കാരിൻ്റെ നിയമം തെറ്റിച്ചത് കൊണ്ട് നിങ്ങൾ കുറ്റവാളിയാണ്, അതുകൊണ്ട് നിങ്ങൾ 100 രൂപ ഫൈൻ അടയ്ക്കണം. ഈ കടലാസ് എന്നെ ഓർമ്മിപ്പിക്കുന്ന എന്താ? ഒന്ന്, സർക്കാരിന് എന്നോട് ദേഷ്യമാണ്. കാര്യം എന്താ? ഞാൻ നിയമം തെറ്റിച്ചു. 2, ആ അകൽച്ച, ഫൈൻ അടയ്ക്കണം, അകൽന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഇത് ഞാൻ അടയ്ക്കാതെ ഇരിക്കുന്നതോളം കാലം ഞാൻ എൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം കൂടുക ചെയ്യുന്നു. എന്നാൽ വേറൊരാൾ വന്ന് ഇതങ്ങ് അടച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഇത് എനിക്ക് കീറിക്കളയാം എന്ന് പറഞ്ഞാൽ ഐ എം ഫ്രീ. ഗവൺമെൻറ്റുമായിട്ടുള്ള എൻ്റെ ആ വിഷയം തീർന്നു. ഐ എം നോ ലോങ്കർ എ ക്രിമിനൽ. അതായിരുന്നു മനസ്സാക്ഷിക്കകത്ത് പാപം ഇരുന്നത്തോളം കാലം മനുഷ്യന് ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് താൻ പല കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നത്. അതിനെ പറയുന്നത് നിർജീവ പ്രവൃത്തിയാണ്. ഇപ്പുറത്ത് നല്ല നന്മയൊക്കെ ചെയ്യുക, നന്മ ചെയ്ത് സ്വർഗത്തിലെത്താൻ നോക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. നന്മ ചെയ്യുന്നത് തെറ്റല്ല. കർത്താവായ യേശു ഉള്ളിൽ വരുമ്പോൾ നമ്മൾ നന്മ ചെയ്തു പോകും. എന്നാൽ യേശുവിൻ്റെ രക്തം മനസ്സാക്ഷിയെ പോലും, അതായത് എൻ്റെ അകത്ത് ആ ഫൈൻ്റെ റിസിറ്റ് കീറിക്കളയുന്നത് പോലെയായിരുന്നു മനസ്സാക്ഷി ക്ലീൻ ചെയ്തത്. അത് എൻ്റെ ഗുണം കൊണ്ടല്ല, താൻ യാഗമായി വില കൊടുത്തത് കൊണ്ടാണ്. പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കണ്ടാലറിയാം, മിസ്രൈമിൽ, ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ പലായനം ചെയ്യാൻ പോവുക. അന്ന് രാത്രിയിൽ ദൈവം അവരോടൊരു കൽപ്പന പറയുന്നത്, ദൈവം അവരോട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ കട്ട്ളമേലും കുറുമടിമേലും രക്തത്തിൻ്റെ മുദ്രയിടണം. സംഹാരദൂതൻ വരും. ആ ദൂതൻ വരുമ്പോൾ രക്തത്തിൻ്റെ അടയാളം കാണുമ്പോൾ ഇറ്റ് വിൽ ക്രോസ് ഓവർ യു. അതായത് നിങ്ങളെ തൊടുത്തില്ല. അതാണല്ലോ പാസിങ് ഓവർ യു. എന്നാൽ ആ പാസ് ഓവർ രക്തത്തിൻ്റെ അടയാളം കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല, അവരുടെ നല്ല ജീവിതം കൊണ്ടല്ല, അവർ ദൈവത്തെ ഭയങ്കര പ്രസാദിപ്പിക്കാൻ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല അവർ രക്ഷപ്പെടാൻ പോകുന്നത് ആ രക്തത്തിൻ്റെ അടയാളത്താലാണ്.
ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് ഉറപ്പായി പറയാം, നമ്മുടെ ഗുണം കൊണ്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല നമ്മളെ ദൈവം സ്നേഹിക്കുന്നത്. തൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്രയിട്ടതുകൊണ്ട് 24 മണിക്കൂറും 365 ദിവസവും എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം കാണുമ്പോൾ അത് ഗുണകരമായി എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന രക്തമാണ്. That is the blood of Jesus Christ. If only we could understand it, that the blood of Jesus has cleansed us totally. പൂർണ്ണമായി നമ്മളെ മനസ്സാക്ഷിന്ന് പോലും വിടുവിക്കപ്പെട്ടു. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇനിയും ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അനുഗ്രഹത്തിൻ്റെയും മുഴുവൻ വാഗ്ദത്തത്തിൻ്റെയും മുഴുവൻ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തു യേശുവിൽ അതെൻ്റെ ജീവിതത്തിൽ ഊവെന്നാണ്, ആമീൻ എന്നാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ബട്ട് മൈ ബിലവഡ്, അവിടെയും ഉപയോഗിക്കുന്ന വാക്കാണ് മൈ ബിലവഡ്. ഇവിടെയും 12-ാമത്തെ ഫിലിപ്പിയർ 2:12 ദെയർ ഫോർ മൈ ബിലവഡ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഒന്നല്ലോ ഒന്ന് പറഞ്ഞേ, യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതാ യേശു ചോദിച്ചത്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മത്സ്യം ചോദിച്ചാൽ, മീൻ ചോദിച്ചാൽ പാമ്പ് കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. മക്കൾ മമ്മി ഒരു കഷ്ണം മീൻ വറുത്തരാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു മൂർഖനെ കയ്യിൽ കൊടുക്കുക, ചെയ്തില്ല. യേശു പറയാം, നിങ്ങളുടെ മക്കൾ വിശന്ന് അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൈ കൊടുക്കുമോ? ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലുമില്ല. നിങ്ങളുടെ മക്കൾ ഒരു മുട്ട വേണമെന്ന് പറഞ്ഞാൽ ഉടനെ തേള് കൊടുക്കുമോ? യേശു പറയാം, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം അധികം. അതാ യേശു വന്നപ്പോൾ പറഞ്ഞ, അവൻ എല്ലാവരുടെയും മേലും, ദുഷ്ടന്മാരുടെ മേലും നന്മ ചെയ്യുന്നവരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നു, ഒരുപോലെ വെയിൽ ഉദിപ്പിക്കുന്നു. അതാ ദൈവം. ദൈവം നിത്യമായി സ്നേഹിക്കുന്നവനാണ്, നിത്യമായി ഒരപ്പൻ്റെയും അമ്മയുടെയും കരുതലും സ്നേഹവും തരുന്നവനാണ് ദൈവം. അതാ വചനം പറയുന്ന, പെറ്റ തള്ള കുഞ്ഞിനെ മറക്കുമോ? നമ്മൾ പല അനുഭവങ്ങൾ പലയിടത്തും കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ സ്വന്തം തള്ള കൊല്ലുന്നതും കെൻറ്റി വലിച്ചെറിയുന്നതൊക്കെ. പക്ഷേ കർത്താവ് പറയാ, പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ആരും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തക്കാർ, സ്വന്തം വീട്ടുകാർ നിങ്ങളെ കുറ്റപ്പെടുത്തി ഇപ്പം ഫോൺ പോലും എടുക്കാത്തൊരു അനുഭവത്തിൽ ആരും എന്നെ കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പേര് ദൈവത്തിൻ്റെ കയ്യിൽ കൊത്തിയാണ് വെച്ചിരിക്കുന്നത്. ലെറ്റ് ദ ഹോൾ വേൾഡ് ലീവ് യു, ഹി വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. സൃഷ്ടിച്ചവനാണ് നാം ഓരോരുത്തരും, ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ്. സോ ദൈവം ആ സ്നേഹത്തിൽ, അതാ ബിലവേഡ്, ആ മനസ്സിനകത്ത് അത് കയറണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം ഉറപ്പിക്കണം, ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുകൂടെ പറഞ്ഞ, ദൈവത്തിന് ക്രിസ്തു മുഖാന്തരം എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താ, എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ വരത്തുള്ളൂ, എൻ്റെ ജീവിതം പരാജയമായി തീരത്തില്ല. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും, ഇതൊക്കെ പറയുന്നുള്ളൂ പക്ഷേ എൻ്റെ ജീവിതം പരാജയമാണ്. വെയിറ്റ് എ മിനിറ്റ്. വചനത്തിൽ നിങ്ങൾ വായിച്ചാൽ ആ പരാജയത്തെ നീക്കാൻ സാധിക്കുന്ന ആ എസ്കേപ്പ് ആണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Therefore my beloved. കാര്യം ദൈവം എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. വർക്ക് ഫോർ അല്ല, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചതോടെ നിങ്ങളുടെ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വന്നിരിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമായി, നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരായി, കുടുംബക്കാരായി. ഇത്രയും വലിയ പദവി കിട്ടിയതാ. അതുകൊണ്ട് എക്സ്റ്റേണലി ചിലപ്പം നിങ്ങൾക്ക് കാണുമ്പം തോന്നും ഓർഡിനറിയാണ്. പക്ഷേ ഞാൻ ഓർഡിനറി അല്ല, ഞാൻ വെറും മനുഷ്യനല്ല. എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നത്. ദൈവം വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടുകൂടെ ഇരിക്കുക. അതവിടെ എഴുതിയിരിക്കുന്നത്, ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു ഫോർ ഹിസ് ഗുഡ് പ്ലഷർ.
തൻ്റെ ആ നന്മയ്ക്ക് വേണ്ടി എൻ്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം ഒന്ന് വെളിപ്പെടണം, ആ പ്രവർത്തനം ഒന്ന് ഡിസ്പ്ലേ ആകണം. ദൈവത്തിൻ്റെ ആഗ്രഹം, യേശുവിൻ്റെ ആഗ്രഹം എന്താ? നിങ്ങളെയും എന്നെയും കാണിച്ചിട്ട് ലോകം മുഴുവൻ കാണണം. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്താ? ദൈവത്തിൽ വിശ്വസിച്ചവൻ്റെ അവസ്ഥ എന്താ? നിത്യജീവൻ്റെ ഉറപ്പ് നിങ്ങളെ എന്നെയും കാണുമ്പോൾ ഉണ്ടായിരിക്കണം. God wants to display us a sign of a blessing, of eternity, everything. അതുകൊണ്ട് ഇവിടെ തുടങ്ങുമ്പോൾ എഴുതിയിരിക്കുന്നത്, if there is any consolation in Christ, if any comfort of love, if fellowship with the Spirit, if any affection and mercy. ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. Let nothing be done through selfish ambition or conceit, but in the lowliness of mind, let each one esteem each other. താഴ്മയോടെ, അതാ യേശു പറഞ്ഞു, എന്നെ കണ്ട് പഠിക്കുക, ഞാൻ സൗമ്യനാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെയും താല്പര്യം. ഒരു കാര്യം പറയാം, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു നിമിഷം ഒന്നൊരു എടുത്തു ചാടി പറയുന്ന മുമ്പേ ഇത് എന്നെക്കുറിച്ചായിരിക്കും പറയുന്നെങ്കിൽ എനിക്ക് എന്ത് വിഷമം ഉണ്ടാകും, എൻ്റെ മക്കൾക്ക് എന്ത് വിഷമം ഉണ്ടാകും. അത് തന്നെ വിഷമമല്ലേ ആ കുടുംബത്തിനും ഉണ്ടാകുന്നത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദി എഫക്റ്റ് ദാറ്റ് ഹാപ്പൻസ്, നമ്മളായിട്ട് ആരെയും മുറിവേൽപ്പിക്കരുത്. അപ്പോൾ ഒരു സ്ട്രഗിളാണ് നടക്കുന്നത്. ദൈവം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ദൈവം പ്രവർത്തിക്കുന്നത്? തൻ്റെ പുത്രനോട് അനുരൂപനാക്കാനായിട്ടും ദൈവത്തിൻ്റെ മഹത്വം ഡിസ്പ്ലേ ചെയ്യാനായിട്ടും അകത്തൊരു പ്രവൃത്തി നടക്കുക. പക്ഷേ ഇപ്പുറത്ത് ജഡം പറയുക അങ്ങനെയല്ല, നമ്മളുടെ പ്രസ്റ്റീജ്, ഈഗോ വിഷയമാണ്. അവൻ ഇതുപോലെയാണോ എന്നോട് സംസാരിക്കുന്നത്? കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് ഇത് പറഞ്ഞ ഉടനെ താഴെ പറയാണ്, ഡു ഓൾ തിങ്സ്, 14-ാം വാക്യം, ഡു ഓൾ തിങ്സ് വിത്തൗട്ട് കംപ്ലൈനിങ് ഓർ ഡിസ്പ്യൂട്ടിങ്. ഞാൻ പറയാം, ദൈവത്തിൻ്റെയും നിത്യതയുടെയും കാഴ്ചപ്പാട് മാറുമ്പോഴാണ് നമുക്ക് കംപ്ലയിൻസ് ഉണ്ടാകുന്നത്. നമ്മൾ ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്കും എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഇടുന്നത്, നമുക്ക് വല്ല വിധേനയും മറ്റ് ആളെ എങ്ങനെയാണേലും ചതിച്ചോ വഞ്ചിച്ചോ എൻ്റെ സ്ഥാനം ഉറപ്പാക്കണം. അത് ക്രിസ്തുവിൻ്റെ മനസ്സല്ല. നിങ്ങളെയും എന്നെയും ദൈവം യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് ചെയ്യാവുന്ന പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഒന്നിച്ചു ചേർന്നാലോ ഈ ലോകത്തെ തന്നെ മാറ്റാൻ പറ്റും. വി ആർ യുണീക്ക്. എൻ്റെ സ്ഥാനം വേറെ ആർക്കും എടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം തോമസ് കുട്ടി ബ്രദർ പറയായിരുന്നു, തങ്കു ബ്രദർ തന്നെ വേണം. തങ്കു ബ്രദർ തോമസ് കുട്ടി ബ്രദറാകാൻ നോക്കിയാലോ പിന്നെ തങ്കു ബ്രദർ ആരാകും എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ഡു നോട്ട് ഇമിറ്റേറ്റ് ഓർ ഡു നോട്ട് ട്രൈ ടു ബിക്കം someone else. ബി യുവർ സെൽഫ്, ബിക്കോസ് യു ആർ യുണീക്ക്. യു ആർ യുണീക്ക് ഇൻ എ ക്രിയേഷൻ. അങ്ങനെ ഒരു ആ ദൗത്യത്തെ അറിയുകയും ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ ഭൗതികമായ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ആ എന്നാ പറയേണ്ടത് ആർത്തി അത് മാറിക്കിട്ടും. ഒരു ചെറിയ അനുഭവം. യേശു ശമരിയ പട്ടണത്തിലേക്ക് പോയി. അവിടെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. ശമരിയ പട്ടണത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു അനുഭവം, ശമരിയക്കാരി സ്ത്രീയായിട്ട് സംസാരിക്കുക. അവിടെ സീൻ ഇങ്ങനെയാണ്. ശമരിയക്കാരി സ്ത്രീയായിട്ട് യേശു സംസാരിക്കുന്നു. ആ ഒരു കിണറിൻ്റെ അടുക്കലേക്കാണ് ഇരിക്കുന്നത്. ആ കിണറ്റിൻ്റെ അടുക്കൽ റെസ്റ്റ് ചെയ്യുക യേശു. കാര്യം എന്താ? എനിക്ക് വിശപ്പായി, ദാഹമുണ്ട്. നമ്മളെപ്പോലെ തന്നെ വിശക്കുകയും ദാഹം ഉള്ളവനായിരുന്നു എൻ്റെ യേശു. സോ യേശു അവിടെ ദാഹിച്ചും വിശന്നും ഇരിക്കുന്നു. ശിഷ്യന്മാർക്കും ദാഹവും വിശപ്പുണ്ട്. അവർ ഭക്ഷണം വാങ്ങിക്കാൻ പോയിരിക്കുക. അവർ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ആ സീനാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 31. ഇൻ ദ മീൻ ടൈം ദ ഡിസൈപ്പിൾസ് ഏർജ്ഡ് ഹിം സേയിങ്, റബി ഈറ്റ്. അവർ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. യേശു വേറൊരു ലോകത്തിലാണ്. യേശു ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിച്ച്
താൻ വലിയ ഡീപ്പ് കാര്യങ്ങളൊക്കെ ആരാധനയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് താൻ അതിൽ തന്നെ ആനന്ദിച്ചിരിക്കുക. തന്നെ സംബന്ധിച്ചോളം തൻ്റെ വിശപ്പും ദാഹവും പോയി. നഷ്ടപ്പെട്ട ഒരാളെ കണ്ടപ്പോൾ തൻ്റെ ബാക്കി ഉള്ള വിശപ്പ്, ദാഹം മുതലായ വികാരങ്ങളെല്ലാം മാറി. ഇനി ആ നഷ്ടപ്പെട്ടവനെ രക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് തൻ്റെ ഉള്ളിലുള്ളത്. ശിഷ്യന്മാരുടെ ഉള്ളിൽ എന്താ? വിശക്കുന്നു. കാര്യം യേശു കഴിച്ചാലല്ലേ അവർക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. സോ അവരിങ്ങനെ യേശു എങ്ങനെ റബി കഴിക്കുക, ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുക. യേശുവിൻ്റെ മറുപടി, ഐ ഹാവ് എ ഫുഡ് ടു ഈറ്റ് വിച്ച് യു ഡോണ്ട് നോ. നിങ്ങൾക്കറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. ആ ഭക്ഷണത്തെക്കുറിച്ച് പറയും. ഉടനെ ഡിസൈപ്പിൾസ് 33, therefore the disciples said to one another, has anyone brought him anything to eat? വേറെ ആരെങ്കിലും കൊണ്ട് ഭക്ഷണം കൊടുത്തോ? യേശുവിൻ്റെ മറുപടി, my food is to do the will of him who sent me and to finish his work. എൻ്റെ my food, എൻ്റെ ആഹാരം എന്ന് പറയുന്നത് what a life it is. What a relationship. ഞാൻ പറയാം, അതാ യേശു പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗത്തെ they will inherit heaven. They will bring heaven on earth. Those who are thirsty in the spirit, നീതിക്കായി വിശന്നും ദാഹിക്കുന്നവർ ഭാഗ്യവാൻ, അവർ തൃപ്തരാകും. ഞാൻ പറയാം, നമ്മുടെ ഉള്ളിൽ പിറുവിറുപ്പും കംപ്ലയിൻസും ഡിസ്പ്യൂട്ട്സും എവിടെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം മുറിയുമ്പോഴാണ്. വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ, ഭൗതികമായ ഒരു കാര്യത്തിനും കംപ്ലയിൻസ് ഉണ്ടാകത്തില്ല. അയാൾ കാർ വാങ്ങിച്ചു, ഞാനിപ്പോഴും സൈക്കിളിലാണ് പോകുന്നത്. അയാൾ ഭയങ്കര ബെസ്റ്റായിട്ട് നടക്കുന്നത്, എനിക്കിത് കിട്ടുന്നില്ല. യുവർ മൈൻഡ് വിൽ ബി എൻഗ്രോസ്ഡ് ഇൻ ഗോഡ്. യുവർ മൈൻഡ് വിൽ ബി ഇൻ ഹിം ടോട്ടലി. വാട്ട് എ ക്രസൻഡോ ഓഫ് ദ റിലേഷൻഷിപ്പ്. മൈ ഫുഡ് ഇസ് ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ഓർത്ത് നോക്കിക്കേ, ഒരു ഇറിറ്റേഷനില്ല, ഡിസ്പ്യൂട്ടില്ല. അതാ വർക്കിംഗ് ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന നന്മ വെളിയിൽ വരണം. അതിനെ തടസ്സപ്പെടുത്തുന്നതാ ഡിസ്പ്യൂട്ടും കംപ്ലയിൻറ്റും. ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മളെ അങ്ങ് ഞെരുക്കുക ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് നമ്മളൊന്ന് ഉയർന്നേ, യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ച് ഐ ക്യാൻ ഗ്യാരൻറ്റി യു, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം നമ്മളെ പിന്തുടരും. ആയുഷ്കാലം. യേശു എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. അത് യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അവൻ ലോകത്തിലെ ശബ്ദം കേൾക്കത്തില്ല, എൻ്റെ ശബ്ദം കേൾക്കും. ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. Such a depth of love, such a depth of that relationship where you forget everything, yet everything is added. കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം, ആ ആഴത്തിലുള്ള ആ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ആഹാരം ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് കംപ്ലയിൻറ്റ് മാറും. റബി ഒന്ന് കഴിച്ചേ. വെയിറ്റ്, ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സേവിങ് ദ ലോസ്റ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. നഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ നേടണം, അതാ ഇതിനേക്കാളും അത്യാവശ്യം. എൻ്റെ വിശപ്പ്, എൻ്റെ ദാഹം. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ലെറ്റ് നത്തിങ് ബി ഡൺ ഇൻ യുവർ ഓൺ ഇൻട്രസ്റ്റ്. നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്, മറിച്ച് മറ്റുള്ളവരെ എന്നെക്കാളും മുമ്പിൽ വെച്ചുകൊണ്ട്. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ലെറ്റ് നത്തിങ് ബി ഡൺ ത്രൂ സെൽഫിഷ് അംബിഷൻ or conceit, but in the lowliness of mind let each other esteem. Let each one of you look not for yourself. 2 3 4 5 അധ്യായമാണ്. Let this mind be in Christ. ഈ മനസ്സ് ഞാൻ വാസ്തവത്തിൽ ഹൃദയപൂർവ്വമാണ് ഞാൻ പറയുന്നത്, ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ശുശ്രൂഷകർ എല്ലാവരും സഭ വ്യത്യാസം മറന്ന് എന്തിനാണ് നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്? തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ. ഒന്നിച്ച് ഇറ്റ് ഈസ് എ ഹൈ ടൈം ടു യുനൈറ്റ് ടുഗദർ ആൻഡ് പ്രേ. നമുക്ക് പല കാര്യങ്ങൾക്കും എതിർപ്പ് കണ്ടേക്കാം,
പല കാര്യങ്ങൾക്കും എതിർപ്പല്ല, വിസമ്മതിക്കാവുന്ന പല കാര്യങ്ങൾക്കറിയാം. പക്ഷെ നമ്മളെല്ലാവർക്കും സമ്മതിക്കാവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, യേശു. നമുക്കൊന്നിച്ച് നിന്നാൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി കാണും. മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. രക്ഷിക്കപ്പെട്ടവരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ സ്നാനപ്പെട്ട ദിവസത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ സന്തോഷം ഇന്നും ഉണ്ടോ? ആ കർത്താവിനോടുള്ള ആ സ്നേഹം ഇന്നും ഉണ്ടോ? ഇല്ലേ? എവിടെയോ ഹൃദയം കഠിനപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞാൽ മതി. ഇതുവരെയും യേശുവുമായിട്ട് ബന്ധമില്ല, ഒന്ന് പറഞ്ഞ് യേശുവെ എൻ്റെ ജീവിതത്തിൽ വരണം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവുണ്ട്. അങ്ങനെയാണെങ്കിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം, ഒന്ന് പറഞ്ഞേ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ കർത്താവിനെ പിന്തുടരും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവേ അങ്ങയുടെ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു. ഗിവ് us that mind, give us that heart to love you. ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന കണ്ണാടികളെ പോലെ ഞങ്ങളെ ദിനംതോറും മാറ്റുന്നതേക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുന്നു പിതാവേ, സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം നീട്ടുന്നതിനാൽ അത്ഭുതങ്ങൾ ഇന്ന് പകൽ നടക്കണം. ശാരീരികമായി അസ്വസ്ഥതയോടെ ഇരിക്കുന്നവർക്ക് ശാരീരികമായ സൗഖ്യമുണ്ടാകട്ടെ, അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയൊരു പകർച്ച ഇപ്പോൾ തന്നെ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുവാനുള്ള കൃപ, വചനം വായിക്കാനുള്ള കൃപ, ക്രിസ്തു യേശുവുമായിട്ട് വ്യക്തിപരമായ സ്നേഹബന്ധത്തിലും കൂട്ടായ്മയിലും നടക്കുവാനുള്ള കൃപ കർത്താവെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. അങ്ങയുടെ നന്മയിലും കരുണയിലുമാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്ന് എൻ്റെ കൂടെ പറയാമോ? എൻ്റെ ജീവിതം ഒരിക്കലും ക്രിസ്തു യേശുവിൽ പരാജയമായി തീരത്തില്ല. ഒന്നുകൂടെ പറയാമോ? എൻ്റെ ജീവിതം ക്രിസ്തു യേശുവിൽ ഒരിക്കലും പരാജയമായി തീരത്തില്ല. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ കർത്താവിൻ്റെ സകല നന്മയുടെ റിച്ചസിൽ കഴിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തോമസ് ഊട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷൽ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ് ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെൻറ്റർ എൽമോണ്ട് ക്യൂൻസ് ജൂൺ 21 ഞായർ രാവിലെ 9:30 മുതൽ 12:30 വരെ. കേരള സെൻറ്റർ എൽമോണ്ട് ക്യൂൻസ്. सिखाए प्रेम की परिभाषा